Hi, I am Dr. Darshana Sundaresh, Consultant Dermatologist, Cutis International, Kochi. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫ്രെക്കിൾസ്. സോ വാട്ട് ആർ ദ കോസസ് ഓഫ് ഫ്രെക്കിൾസ്? യൂഷ്വലി അതിനൊരു ജെനറ്റിക്കൽ പ്രീഡിസ്പോസിഷൻ കാണും, അതുപോലെ തന്നെ ഒരു സൺ എക്സ്പോഷറും കാണും. ഈ ജെനറ്റിക്കൽ പ്രീഡിസ്പോസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പേരൻസ്, അച്ഛനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ഓൾറെഡി ഇതുപോലെ ഫ്രെക്കിൾസ് കാണും. എന്താണ് ഫ്രെക്കിൾസ്? ഫ്രെക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ ബേസിക്കലി 3 ലെയേഴ്സ് ആണ് ഉള്ളത്: എപ്പിഡെർമിസ്, ഡെർമിസ്, സബ്ക്യൂട്ടേനിയസ്. എപ്പിഡെർമിസിനകത്ത് പിന്നെയും ഫെർദർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ സ്ട്രാറ്റം ബേസിൽ കാണപ്പെടുന്നതാണ് മെലനോസൈറ്റ്. ഈ മെലനോസൈറ്റ് ആണ് നമ്മുടെ സ്കിന്നിൽ മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ മെലാനിനാണ് നമ്മുടെ സ്കിന്നിന് ഒരു കളർ കൊടുക്കുന്നത്. ഈ ഫാമിലി പ്രീഡിസ്പോസിഷൻ, അതായത് അച്ഛനോ അമ്മയ്ക്കോ ഉള്ള വ്യക്തികളിൽ ഈ മെലാനിന്റെ ഉൽപ്പാദനം നോർമൽ ആയിരിക്കും, പക്ഷേ അതിന്റെ ആക്ടിവിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അത് കാരണം അവരുടെ ഫേസിൽ യൂഷ്വലി ഈ ഫ്രെക്കിൾസ് ഡെവലപ്പ് ചെയ്യും. സോ ക്ലിനിക്കലി നമ്മളിത് നോക്കുമ്പോഴത്തേക്കും പ്രോമിനന്റ് ആയിട്ട് നമ്മുടെ ചീക്ക് ഏരിയയിൽ സർക്കുലർ കളറിൽ ഒരു ബ്രൗൺ സ്പോട്ട് ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യൻ സിനാരിയിൽ യൂഷ്വലി കുട്ടികൾക്ക് ഇത് കാണപ്പെടാറില്ല. ഒരു 17-18 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും പതുക്കെ യൂഷ്വലി ഫേസിൽ ഇത് ഡെവലപ്പ് ചെയ്യാറുണ്ട്. ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മുടെ സമ്മർ സീസണിലാണ് കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നത്. വിന്റർ സീസണിൽ ഇതൊന്ന് കുറഞ്ഞും കാണപ്പെടാറുണ്ട്. അമിതമായിട്ട് വെയിൽ കൊള്ളുന്നവർക്കും ഇത് കാണപ്പെടാറുണ്ട്. ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഒരു 2 to 3 hours ഗ്യാപ്പിൽ ഒരു 2 finger യൂണിറ്റ് സൺസ്ക്രീൻ ഡെയിലി അപ്ലൈ ചെയ്യേണ്ടി വരും. അതിപ്പം ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും എന്തായാലും അപ്ലൈ ചെയ്യേണ്ടി വരും. ഇതാണ് മെയിൻ സ്റ്റേജ് ഓഫ് ട്രീറ്റ്മെന്റ്. ഇത് ഫെർദർ ആയിട്ട് പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ ഇത് സഹായിക്കുന്നതാണ്. പിന്നെ നമുക്കൊരു ഡെർമറ്റോളജിനെ കൺസൾട്ട് ചെയ്തിട്ട് സ്കിൻ ലൈനിങ് ക്രീംസ് യൂസ് ചെയ്യാവുന്നതാണ്. പ്രൊസീജിയർ വൈസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കെമിക്കൽ പീൽസ് ചെയ്യാം. അതിലും കുറച്ചൊരു റിഡക്ഷൻ ഒക്കെ കണ്ടുവരാറുണ്ട്. പിന്നെ നല്ലൊരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസറാണ്. ഇന്ത്യ ലേസേഴ്സ് യൂസ് ചെയ്യുക. അതൊരു 6 week ഗ്യാപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 60 to 80% റിഡക്ഷൻ നമുക്ക് ഉണ്ടാക്കാം. ഓർക്കുക, ഫ്രെക്കിൾസ് ഒരിക്കലും പൂർണ്ണമായിട്ട് മാറത്തില്ല. ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോഴൊക്കെ ഇത് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് സൺസ്ക്രീൻ സ്ട്രിക്റ്റ് ആയിട്ട് യൂസ് ചെയ്യും.